നമസ്കാരം. 10,000 ക്രൂയിസ് മിസൈലുകൾ, 12,000 ഹൈപ്പർസോണിക് ആയുധങ്ങൾ. ലോകത്തെ ഞെട്ടിച്ച വമ്പൻ ആയുധ പദ്ധതിയുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ ഭയമാണോ? ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ സൈനിക ശക്തികൾക്ക് ഇനി പഴയ മേൽക്കൈ നഷ്ടപ്പെടും എന്ന സൂചനകളാണോ ഇത്? എന്തായാലും വില കൂടിയ അത്യാധുനിക ആയുധങ്ങൾക്ക് പകരം വില കുറഞ്ഞ മിസൈലുകളിലേക്കും ഡ്രോൺ മാതൃകയിലുള്ള യുദ്ധതന്ത്രങ്ങളിലേക്കും അമേരിക്ക പെട്ടെന്ന് മാറാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കാം? പതിറ്റാണ്ടുകളായി സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ആണവ ശക്തിയും ബില്യൺ ഡോളർ വില വരുന്ന മിസൈൽ സംവിധാനങ്ങളും ആശ്രയിച്ചായിരുന്നു അമേരിക്കയുടെ ആഗോള സൈനിക ആധിപത്യം. എന്നാൽ ഇപ്പോൾ അതേ അമേരിക്ക ചെലവ് കുറഞ്ഞ ആയിരക്കണക്കിന് ക്രൂയിസ് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും വൻതോതിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡിഫൻസ് പ്രഖ്യാപിച്ച ഈ ഒരു പദ്ധതി, അതായത് ബൃഹത് പദ്ധതി, ഒരു സാധാരണ ആയുധ വികസനമല്ല. ഭാവി യുദ്ധങ്ങളുടെ അമേരിക്ക നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളുടെ സൂചന കൂടിയാണ് ഇത്. ഈ മാറ്റത്തിനു പിന്നിൽ രണ്ട് പ്രധാന യുദ്ധങ്ങളാണ്. ഒന്ന് റഷ്യ ഉക്രൈൻ യുദ്ധവും മറ്റൊന്ന് ഇറാനെ ചുറ്റിപ്പറ്റിയ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും. ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും നൽകിയ വൻ ആയുധ സഹായം അമേരിക്കയുടെ പ്രതിരോധ ശേഖരത്തെ ഗണ്യമായി ബാധിച്ചു. ആയിരക്കണക്കിന് മിസൈലുകളും പീരങ്കി വെടിയുണ്ടകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തുടർച്ചയായി അയച്ചതോടെ അമേരിക്കൻ സൈനിക ഉൽപാദന ശേഷിയുടെ പരിമിതികൾ തുറന്നു കാട്ടപ്പെടുകയായിരുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരായ സൈനിക നീക്കങ്ങളും അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. പ്രത്യേകിച്ച് ടോമാഹോക്ക് പോലുള്ള വില കൂടിയ മിസൈലുകളുടെ വ്യാപക ഉപയോഗം അമേരിക്കയെ പുതിയ ചിന്തയിലേക്ക് നയിച്ചു. പ്രത്യേകിച്ച് ഇറാന്റെ ഷാഹദ് 136 ഡ്രോണുകൾ ലോക സൈനിക വിദഗ്ധരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഈ ഡ്രോണുകൾക്ക് കോടിക്കണക്കിന് ഡോളർ വില വരുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ക്ഷീണിപ്പിക്കാൻ കഴിയുന്നു എന്ന് യുദ്ധഭൂമികൾ തെളിയിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക പരമ്പരാഗത പ്രതിരോധ ഭീമന്മാരിൽ നിന്നും മാറി ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികളെയും നവീകരണ അധിഷ്ഠിത സ്ഥാപനങ്ങളെയും ആശ്രയിക്കാൻ തുടങ്ങിയത്. വർഷങ്ങളോളം സമയമെടുത്തും ചെലവ് കുത്തനെ വർദ്ധിപ്പിച്ചും ആയുധങ്ങൾ നിർമ്മിക്കുന്ന പഴയ മാതൃക അമേരിക്ക ഇനി പോരാ എന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അന്തൂർ ഇൻഡസ്ട്രീസ്, കോ ആപ്സ്ഫെയർ, ലീ ലോഡ്സ്, സോൺ 5 ടെക്നോളജീസ് തുടങ്ങിയവ വളർന്നു വരുന്ന കമ്പനികൾക്ക് ഇപ്പോൾ വലിയ കരാറുകൾ നൽകിയിരിക്കുന്നത്. കണ്ടെയ്നറൈസ്ഡ് മിസൈൽ എന്ന പുതിയ ആശയം തന്നെ അമേരിക്കൻ തന്ത്രത്തിലെ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. സാധാരണ ചരക്കു കപ്പൽ കണ്ടെയ്നറുകൾ പോലെ തോന്നിക്കുന്ന സംവിധാനങ്ങളിൽ നിന്നും മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിലാണ് പുതിയ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിലൂടെ ശത്രുക്കൾക്ക് തിരിച്ചറിയാൻ പ്രയാസമുള്ള രീതിയിൽ ആയുധങ്ങൾ വിന്യസിക്കുവാനും അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്താനും സാധിക്കും. ഇത് ഇറാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന അസമാനമായ യുദ്ധതന്ത്രങ്ങളിൽ നിന്നും അമേരിക്ക പഠിക്കാൻ തുടങ്ങുകയാണ് എന്ന സൂചന കൂടിയാണ് പുറത്തുവരുന്നത്. അതേസമയം അമേരിക്കയുടെ പുതിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് ഹൈപ്പർസോണിക് ആയുധങ്ങളാണ്. ശബ്ദവേഗത്തിൽ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ നിലവിലെ പല പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിവുള്ളവയാണ്. കാസ്റ്റലിയൻ എന്ന സ്റ്റാർട്ടപ്പുമായി ചേർന്ന് വികസിക്കുന്ന ബ്ലാക്ക് ബേർഡ് ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതി അമേരിക്കയുടെ ഭാവി യുദ്ധതന്ത്രത്തിന്റെ പ്രധാന ഭാഗമാകാനാണ് സാധ്യത. അടുത്ത 5 വർഷത്തിനുള്ളിൽ 12,000 യൂണിറ്റുകൾ വരെ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് എന്നത് അമേരിക്കയുടെ ഒരു ദീർഘകാല യുദ്ധ സാഹചര്യത്തിനായി തയ്യാറെടുക്കുക എന്നതിന്റെ ശക്തമായ സൂചനയാണ്. ഇവിടെയാണ് ഇറാന്റെ സ്വാധീനം ഏറ്റവും വ്യക്തമായി കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലായി മിഡിൽ ഈസ്റ്റിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ അമേരിക്കയെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. യമനിലെ ഹൂത്തികൾ മുതൽ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല മിലീഷ്യകൾ വരെ കുറഞ്ഞ ചെലവിൽ വൻ നാശനഷ്ടം സൃഷ്ടിക്കാൻ കഴിയുന്ന പുതിയ യുദ്ധരീതികൾ ലോകം കണ്ടു. എന്തായാലും ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് ലോകം ഇതുവരെയും കണ്ടത് വെറും മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. കുറഞ്ഞ ചെലവിൽ ഡ്രോണുകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ഇറാൻ യഥാർത്ഥത്തിൽ തങ്ങളുടെ വമ്പൻ മിസൈൽ കരുത്ത് ഇപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുകയാണ്. ഭൂമിക്കടിയിൽ 100 കണക്കിന് മീറ്റർ ആഴത്തിൽ നിർമ്മിച്ചുള്ള ഇറാന്റെ മിസൈൽ നഗരങ്ങൾ ഏതൊരു വലിയ വ്യോമാക്രമണത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ദീർഘദൂര മിസൈലുകൾ ഏതു നിമിഷവും വിക്ഷേപണത്തിന് സജ്ജമായി ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഭേദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൃത്യതയാർന്ന മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. ഇറാനും ഉക്രൈനും നൽകിയ ഏറ്റവും വലിയ പാഠം യുദ്ധത്തിന്റെ ഭാവി മാറിയിരിക്കുന്നു എന്നതാണ്. ഇനി വെറും ആധുനിക യുദ്ധവിമാനങ്ങളും ആണവ ശക്തികളും മാത്രം പോരാ,
വില കുറഞ്ഞ ഡ്രോണുകളും കാമിക്കേസ് മിസൈലുകളും കണ്ടെയ്നറുകളിൽ ഒളിപ്പിച്ച വിക്ഷേപണ സംവിധാനങ്ങളും ഇതെല്ലാം ഭാവി യുദ്ധത്തിന്റെ പ്രധാന ഘടകങ്ങളായി മാറുകയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക പോലും ഇപ്പോൾ പുതിയ രീതിയിൽ ചിന്തിക്കാൻ നിർബന്ധിതമായിരിക്കുന്നത്.